ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു സെക്കൻഡ് മോട്ടോർ സൈക്കിൾ പർച്ചേസ് ചെയ്തായിരുന്നു റീസെൻ്റ്ലി. യമഹയുടെ FC16 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ എക്സ്ട്രാ വെർഷൻ 1 ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കസിന് വേണ്ടിയാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ സെക്കൻഡ് മോട്ടോർ സൈക്കിൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒത്തിരിയേറെ മോഡൽസ് നോക്കിയായിരുന്നു. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്കൊരു മോഡൽ സെലക്ട് ചെയ്ത് 2013 മോഡലാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും അതുപോലെ സെക്കൻഡ് വാങ്ങാൻ നിൽക്കുവാണ് നിങ്ങളെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു ഞാൻ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ആ എക്സ്പീരിയൻസ്, നമ്മൾ പർച്ചേസ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഒത്തിരിയേറെ മോഡൽസ് നോക്കി ഒത്തിരിയേറെ സ്ഥലങ്ങൾ പോയാലും അപ്പോൾ അതും അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സെക്കൻഡ് മോട്ടോർ സൈക്കിളിൽ നിന്ന് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ്. സോ എക്സ്പെഷ്യലി ഈ ഒരു മോഡൽ എനിക്ക് ഫേവറേറ്റ് എന്നുള്ള കാര്യം, ഞാനിപ്പോൾ 2018 RTR പർച്ചേസ് ചെയ്ത വ്യക്തിയാണ്. അന്ന് ഞാൻ യമഹയിൽ ഒത്തിരിയേറെ ഷോറൂംസിൽ അന്വേഷിച്ചതാണ്. വെർഷൻ 2 വന്നു തുടങ്ങിയ ടൈമായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് എവിടെയെങ്കിലും സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുള്ളത്. സോ ഒത്തിരിയേറെ തപ്പി, പക്ഷേ എവിടെ നമുക്ക് കിട്ടിയില്ല. സോ അതിനെല്ലാം ശേഷമാണ് ഫൈനലി നമ്മൾ RTRലോട്ട് ആ ഒരു ഫൈനലൈസ് ആക്കിയത് ഡിസിഷൻ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ എൻ്റെ കസിൻ എടുക്കാൻ നേരത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒത്തിരിയേറെ മോഡൽസ് നോക്കിയായിരുന്നു. ഒരു 30-35 മാക്സിമം ആണ് അവനിട്ട് ബഡ്ജറ്റ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടും FC നിങ്ങൾ നോക്കിക്കൂടാന്ന് ഞാൻ അവനോട് പറഞ്ഞു. എടാ FC നോക്കണം, നല്ലൊരു മോഡൽ തന്നെയാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്, ഓടിക്കുന്നത് പോലെ തന്നെ ആ ലുക്കും കാര്യങ്ങളും അല്ലേ ഒരിടയ്ക്ക് തരംഗം സൃഷ്ടിച്ചൊരു മോഡൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ FC അവരോട് ചൂസ് ചെയ്തത്. അപ്പോൾ ഒത്തിരിയേറെ മോഡൽസ് കണ്ടെങ്കിൽ നമ്മൾ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ലാസ്റ്റ് ഫൈനൽ നമ്മൾ ഈ ഒരു മോഡൽ കണ്ടു. 2013 മോഡലാണ്. പക്ഷേ നല്ല നീറ്റ് കണ്ടീഷനായിരുന്നു. ലുക്ക് വൈസ് മാത്രമല്ല എൻജിൻ പോർഷനാണ് മെയിൻലി ഞങ്ങൾ നോക്കിയത്. എൻജിൻ പോർഷൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അങ്ങനെ ഈ ഒരു മോഡൽ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ മോഡലിൽ ഭാഗത്ത് നോക്കുവാണെങ്കിൽ 2013 ഏപ്രിലാണ് ഈ ഒരു മോഡൽ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിപ്പോൾ തേർഡ് ഓണർ, ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ തേർഡ് ഓണറായി. സെക്കൻഡ് ഓണറായിരുന്നു നമ്മൾ പർച്ചേസ് ചെയ്ത വ്യക്തിയായി ഇരുന്നപ്പോൾ. പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നീറ്റ് തന്നെയായിരുന്നു കണ്ടീഷൻ കാര്യങ്ങൾ ഇരുന്നത്. പിന്നെ കുറച്ച് കാലമായിട്ട് ആൾ മേജറായിട്ട് യൂസും കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ ചെറിയൊരു മിസ്സിങ് കാര്യങ്ങളുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ കാര്യങ്ങളായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എക്സ്പീരിയൻസ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇമേജിൽ കാണുന്ന ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ ഡയറക്റ്റ് ചെല്ലുമ്പോൾ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഐഫോണിലോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ OnePlus സാംസങ്ങിലൊക്കെ എടുത്ത് പിക്കുകളിട്ടിട്ട് പോസ്റ്റ് ഇടും. അത് കണ്ട് നമ്മളിവിടെ നിന്ന് 19 കിലോമീറ്റർ മുകളിൽ നമ്മൾ പോയി പർച്ചേസ് ചെയ്യാനൊക്കെയായിട്ട് ചെന്ന് കഴിഞ്ഞ് കണ്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ട വണ്ടി ഏത്, ഈ വണ്ടി ഏതെന്ന് നമ്മൾ ചോദിച്ചു. നമ്മൾ ചെന്ന് ചോദിച്ചു, ചേട്ടാ നമ്മൾ കണ്ട വണ്ടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് തന്നെയാണ് നിങ്ങൾ കണ്ട വണ്ടി എന്ന് പറഞ്ഞു. അവസാനം നമ്മൾ കണ്ടതും ബന്ധമില്ലാത്ത രീതിയിലുള്ളൊരു കച്ചറ രീതിയിലാക്കി വെച്ച ഒരു വണ്ടിയാണ് നമ്മുടെ അടുത്ത് പോസ്റ്റ് ഇട്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ കുറേ എക്സ്പീരിയൻസ് ചെയ്തു. കാരണം അത് മെയിൻലി കുറച്ചൊക്കെ നമ്മൾ ചില ഡീലേഴ്സ് തന്നെയാണ്. പാർട്ടീസിൻ്റെ അടുത്ത് നമ്മൾ അതൊക്കെ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫ്രെയിമിൽ കാര്യങ്ങൾ തുരുമ്പുണ്ടായിരുന്നു, അതൊക്കെ പെയിൻറ്റ് ചെയ്ത് കാര്യങ്ങൾ വെച്ചു. സോ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം അതൊക്കെ തന്നെയാണ്. ഓക്കെ, ഇനി ബാക്ക് ടു ദ വണ്ടി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം നീറ്റുള്ള കണ്ടീഷൻ തന്നെയായിരുന്നു നമ്മൾ ചെന്ന് കണ്ടപ്പോഴും വണ്ടി. പിന്നെ പറയാൻ പാകത്തിന് ഇതിനകത്ത് എനിക്ക് അവർ പറഞ്ഞ റീപ്ലേസിങ് ഇഷ്യൂ ഉള്ളത് റെയർ ടയർ അത്യാവശ്യം തീർന്നതാണ്. അത്യാവശ്യം നല്ല 90% റെയർ ടയർ തീർന്നായിരുന്നു. പിന്നെ ഫ്രണ്ട് ടയർ കാര്യങ്ങളെല്ലാം പുതിയതായിരുന്നു. അത് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞാലോ പുതിയ ടയർ കാര്യങ്ങളാണ് കിടക്കുന്നതെന്നാണ്. സോ അത് നമുക്കൊരു കൺസേൺ ആയിരുന്നില്ല കേട്ടോ. സോ ടയർ പോർഷനിൽ എനിക്ക് ആകെ ഉള്ളത് റെയർ ടയർ മാറണം. സോ അതിൻ്റെ ഒരു കോസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. പിന്നീട് എൻജിൻ പോർഷനാണ് നമ്മൾ എടുത്ത് നോക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ പോർഷനിൽ യാതൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നീറ്റ് എൻജിനായിരുന്നു. നോയ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല, പുകയോ അങ്ങനത്തെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളത് ടെക്നീഷ്യനെ കൊണ്ട് കാണിക്കുകയുണ്ടായി. പിന്നെ ഫ്രണ്ട് പോർഷൻ വരുവാണെങ്കിൽ നമുക്ക് ഈ സൈഡിൽ വന്നിട്ടുള്ള പാനൽ അതുപോലെ തന്നെ ഡൂം കാര്യങ്ങളൊക്കെയും പുതിയതായിരുന്നു. അത് ആക്സിഡൻറ്റ് ബേസിലല്ല, അല്ലാണ്ട് തന്നെ ആൾ ചേഞ്ച് ചെയ്തതാണെന്ന് പറഞ്ഞു. പിന്നെയാണെങ്കിലും മീറ്റർ കൺസോളും ആൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അവിടെ നല്ല വെയിൽ മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡലിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ളതാണ്. അതിൻ്റെ മീറ്റർ കൺസോൾ കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മങ്ങിപ്പോകുകയുണ്ടാവുന്നുണ്ട്. ആ ഡിജിറ്റൽ മീറ്റർ കൺസോളിൽ ഇഷ്യൂസ് കംപ്ലീറ്റ് വരാറുണ്ട്. അപ്പോൾ ഇതിനൊന്നല്ല, പൾസർ പോലുള്ള മോഡൽസിന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ നമുക്ക് മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെയും ആൾ പുത്തനായിരുന്നു വെച്ചിരുന്നത്. കുറച്ച് കാശൊക്കെ മുടക്കി നീറ്റായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മീറ്റർ കൺസോൾ കാര്യങ്ങൾ പുതിയതായിരുന്നു. അപ്പോൾ ആ ഒരു ടെൻഷൻ കാര്യങ്ങൾ നമുക്ക് മാറി കിട്ടിയായിരുന്നു. അറൗണ്ട് ഒരു 50K അടുത്താണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ മേജറായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വെർഷൻ ഉണ്ടായിരുന്ന മെയിൻ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്റർ ഇഷ്യൂ ആണ്. ഞാൻ എടുക്കാൻ നേരത്തെ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, കാർബറേറ്റർ ഇഷ്യൂ ഇനി കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് തന്നെയാണ്. ബട്ട് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് വയ്ക്കുന്ന RTR അല്ലെങ്കിൽ പൾസർ ഉണ്ട്, പൾസർ 150, 180 അല്ലെങ്കിൽ RTR 180 നമ്മൾ കാർബറേറ്റർ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ കംപ്ലീറ്റ്ലി റിസോൾവ് ആയി പോകുന്നുണ്ട്.
ഇപ്പം ഏത് വണ്ടി എഫ് സി നോക്കിയാലും ആ ഒരു കാർബറേറ്റർ റീപ്ലേസ് ആയിട്ടാണ് കാണാറ്. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ എടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ കസ്റ്റമർ നമ്മളിത് പറഞ്ഞാലും കാർബറേറ്റർ കാര്യങ്ങളെല്ലാം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലിരിക്കുന്നത് പൾസർ 150യുടെ കാർബറേറ്റർ കാര്യങ്ങളാണ് ഇരിക്കുന്നത് എന്ന് ആളെന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ മിസ്സിങ് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഞാൻ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രാഗ് ചെയ്ത് ഓടിച്ചു. മിസ്സിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ കാർബറേറ്റർ കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളുണ്ടാകും. കാരണം പൾസർ 150യുടെ കാർബറേറ്റർ വയ്ക്കുമ്പോൾ അറൗണ്ട് ഒരു 50 അടുത്ത് 50+ മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഓരോ വണ്ടികൾക്കും. അപ്പോൾ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് കാര്യങ്ങൾ അവർ ചെയ്തൊന്നുമില്ല. ബട്ട് മൈലേജ് അത്യാവശ്യം നീറ്റായിട്ടുണ്ടെന്ന് അവർ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് സ്പോക്കറ്റിൻ്റെ പോർഷനാണ്. സ്പോക്കറ്റിൻ്റെ പോർഷൻ നോക്കിയപ്പോൾ സ്പോക്കറ്റ് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ട് ഒത്തിരി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പോക്കറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു കണ്ടീഷനൊന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് സ്പോക്കറ്റ് കാര്യങ്ങൾ ഇരുന്നത്. ഓക്കെ, ഇനി ബോഡി പോർഷൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എടുത്ത് പറയാനുള്ളത് മഡ്ഗാർഡ് കാര്യങ്ങളൊക്കെ നീറ്റ് കണ്ടീഷനായിരുന്നു. പിന്നെ ടാങ്ക് പോർഷനിലാണ് നമ്മൾ എടുത്ത് പറയാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫൈബർ പീസിൻ്റെ ആ ഒരു സ്ക്രൂവിൻ്റെ പോർഷനിൽ ചെറുതായിട്ട് പൊട്ടിയും കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു പീസ് പൊട്ടി പോയുണ്ടായിരുന്നു. അത് നമ്മൾ നോക്കിയപ്പോൾ തന്നെ കണ്ടു. പിന്നെ സെക്കൻഡ് മാർക്കിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ പാർട്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്, നിസ്സാര റേറ്റ് കാര്യം എനിക്ക് നമ്മൾ ഓർത്തു. സോ അതൊരു കൺസേൺ ആയിട്ട് ഞാൻ എടുത്തില്ല, അത് വിട്ടായിരുന്നു. പിന്നെ നമ്മൾ നോർമലി കണ്ടുവരുന്നത് ഗ്രാബ് റെയിൽസ് കാര്യങ്ങളിലുള്ള ആ ഒരു പെയിൻറ്റ് ഫെയ്ഡ് ആവുക കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇത്രയാണ് നമ്മൾ ബോഡി പോർഷനിൽ കണ്ട ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ. അല്ലാണ്ട് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ബോഡി പോർഷനിൽ കണ്ടില്ല. ഇപ്പോൾ പാനൽസ് ആണെങ്കിലും ബാക്കി അതർ പാനൽസ് എല്ലാം നീറ്റ് കണ്ടീഷൻ കാര്യങ്ങളിലാണ് നമ്മൾ ഇരുന്നത്. പിന്നെ നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ചെയ്തിട്ടുള്ള പണികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സീറ്റ് കവർ കാര്യങ്ങൾ നമ്മൾ ചെയ്തായിരുന്നു. അറൗണ്ട് ഒരു 400 അടുത്ത് നമുക്ക് ആ സീറ്റ് കവർ കാര്യങ്ങൾക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് നമ്മൾ ഫ്രണ്ട് ഫോർക്ക് നോക്കി. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നോക്കണം ഫ്രണ്ട് ഓയിൽ ഫോർക്കിന് ലീക്കും കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ മാറ്റി. പിന്നെ നമുക്ക് റെയർ പോർഷനിൽ ആ ഒരു ബെയറിങ് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തു. ചെറിയൊരു പൊളച്ചിലുണ്ടായിരുന്നു ആ ടയറിന്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ടയർ തീരാനുള്ള കാരണം വെട്ടി തേയുണ്ടായിരുന്നു. വൺ സൈഡായിരുന്നു തേയ്മാനം കൂടുതലായിട്ട് വന്നതെന്ന്. അത് ആ ബെയറിങ്ങിൻ്റെ ഇഷ്യൂ ആയിരുന്നു. സോ ബെയറിങ് മാറി കഴിഞ്ഞപ്പോൾ ആ ഒരു കണ്ടീഷൻ ക്ലീൻ ആയി. കാരണം വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ടയറിൻ്റെ പോർഷനിൽ നമുക്ക് വെട്ടൽ കാര്യങ്ങളൊക്കെ മാറിയിട്ടു. സോ ബെയറിങ്ങിൻ്റെ ആയിരുന്നു ഇഷ്യൂ. പിന്നീട് നമുക്ക് പറയാനുണ്ടായിരുന്ന ഒരു കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മേജറായിട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളെല്ലാം മാറ്റി നമുക്ക് നീറ്റായിട്ട് ഇറക്കിയപ്പോൾ അറൗണ്ട് ഒരു 3000 അടുത്താണ് നമുക്കൊരു കോസ്റ്റ് കാര്യങ്ങൾ വന്നത്. ജനറൽ സർവീസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മൾ ഇറക്കുകയാണ് ചെയ്തത്. പിന്നെ ഫോർക്ക് ഓയിൽ കാര്യങ്ങൾ മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറേ ചേഞ്ച് ചെയ്തിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് ഇറക്കാം എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ടാണ് ക്ലീനാക്കി ഇറക്കിയത്. ഓക്കെ, ഇനി നിങ്ങളൊരു സെക്കൻഡ് വണ്ടി നോക്കാൻ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫിസിക്കൽ കണ്ടീഷൻ മാത്രമായിട്ട് നോക്കരുത്. വണ്ടിയുടെ അതർ പാർട്സ് കാര്യങ്ങളാണ്, എഞ്ചിൻ പോർഷൻ, അതുപോലെ ടയർ, സസ്പെൻഷൻ, ചെയിൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ റെയർ ടയർ, ഫ്രണ്ട് ടയർ എടുത്ത് നോക്കേണ്ടതാണ്. കാരണം വെട്ടി തേയ്മാനം ഉണ്ടോയെന്ന്. അത് ചിലപ്പോൾ വൺ സൈഡ് മാത്രമാണ് തേയുന്നത് എന്നുള്ളത് നോക്കുക. ഇപ്പോൾ റെയർ പോർഷനിലാണ് വെട്ടി തേയ്മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സസ്പെൻഷൻ്റെ പോർഷനും അതുപോലെ ബെയറിങ്ങിൻ്റെ കാര്യങ്ങളാവാം. അങ്ങനത്തെ സ്വിങ് ആംബ് ഇഷ്യൂസും വരാം. ഇങ്ങനൊരു കംപ്ലയിൻറ്റ്സ് കാരണമാണ് റെയർ പോർഷനിൽ മെയിനായിട്ടും വരുന്നത്. ഇനി ഫ്രണ്ട് പോർഷനിലാണ് നമ്മൾ ടയർ തേയ്മാനം നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നോക്കേണ്ട കാര്യം, ഒന്ന് നിങ്ങളുടെ ബെയറിങ് കാര്യങ്ങൾ നോക്കുക. പിന്നെ കോൺസെപ്റ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങൾ വരാം. പിന്നെ സസ്പെൻഷൻ. സോ സസ്പെൻഷൻ്റെ ഇഷ്യൂ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ സീൽ ലീക്ക് മാത്രമല്ല നോക്കേണ്ടത്. ഇപ്പോൾ ഓയിൽ സീൽ കാര്യങ്ങൾ നമ്മൾ ആ ഒരു പെർഫോമൻസ് രണ്ട് ഫോർക്കും ഒരേ രീതിയിലുള്ള പെർഫോമൻസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടയറിലെ ആ തേയ്മാനം കാര്യങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോർക്ക് ഓയിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്താൽ മേ ബി ആ ഇഷ്യൂസ് കാര്യങ്ങൾ ക്ലിയർ ആവുന്നതാണ്. സോ അതാണ് മെയിനായിട്ടും കണ്ടിട്ടുള്ളത്. കോൺസെപ്റ്റിൻ്റെ മാത്രമല്ല ഈ ഒരു ഇഷ്യൂവും കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വണ്ടി എടുത്തത്. നമ്മൾ ഒത്തിരി ആയി മാറിയിട്ടെന്ന് അവർ പറഞ്ഞപ്പോൾ ആ ഒരു ഫോർക്ക് ഓയിൽ കാര്യങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്തത്. പിന്നീട് നോക്കേണ്ടത് കോൺസെപ്റ്റ് കാര്യങ്ങൾ നോക്കുക. കട്ടർ കാര്യങ്ങൾ, അതിൽ ചെറിയ കട്ടിങ് കാര്യങ്ങളൊക്കെയും നോക്കുമ്പോൾ അത് ഹാൻഡിൽ പോർഷനിൽ നിങ്ങൾക്ക് ഒരു അടി കാര്യങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഹാൻഡിൽ ടൈറ്റ് ഉണ്ടോ, അതെല്ലാം ഡിപ്പെൻസ് ആ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് വണ്ടി നിങ്ങൾ ഏത് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് കാര്യങ്ങൾ അടി ഉണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിൽ പോർഷനായിട്ട് നമുക്കൊരു അടി കാര്യങ്ങൾ ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ നോയിസ് കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്ക് എൻജിനെ പറ്റി കൂടുതൽ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യനെ കൊണ്ട് പോകുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് വണ്ടിയെ പറ്റി അറിയാവുന്ന ഒരു വ്യക്തിനെ കൊണ്ട് പോവുക. അപ്പോൾ അവർക്ക് മെയിനായിട്ട് അറിയാൻ പറ്റും. പിന്നെ എൻജിൻ പോർഷനിൽ നോക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റിൽ അത്യാവശ്യം ഡ്രാഗ് ചെയ്തെടുക്കുക. അപ്പം നോയിസ് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ പുക കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മെയിനായിട്ട് അറിയാം. സൈലൻസ് കാര്യങ്ങളിൽ നിന്ന് പുക വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഇഷ്യൂ കാര്യമായിട്ടുള്ള പിസ്റ്റൺ സിലിണ്ടറിൽ ഇതിൽ ഇഷ്യൂസ് ഉണ്ടാവാം. പിസ്റ്റൺ സിലിണ്ടറും ബോർ ചെയ്യേണ്ട കാര്യങ്ങൾ വരാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. നമുക്കൊരു 5 to 6K
എന്ത് വന്നാലും നമ്മുടെ കയ്യിൽ പൊട്ടുന്ന ഒരു കേസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെയിനായിട്ട് നോക്കുക. ഇപ്പം ഞാനിപ്പോൾ സെക്കൻഡ് നോക്കിയപ്പോൾ പൾസറും RTRലൊക്കെ ഞാനത് കണ്ടായിരുന്നു. അപ്പോൾ RTR 180 നമ്മൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പോകുകയുണ്ടാകും. അപ്പോൾ സിലിണ്ടർ പിസ്റ്റനും ഗോളിയുടെ കാര്യങ്ങളായതുകൊണ്ട് അതാണ് ഇഷ്യൂ കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമ്മൾ റെയർ പോർഷനിൽ സസ്പെൻഷൻ കാര്യങ്ങൾ നോക്കുക, സസ്പെൻഷൻ എങ്ങനെയുണ്ട്, പെർഫോമൻസ് കാര്യങ്ങൾ നോക്കുക, അതുപോലെ അടി കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതെല്ലാം നോക്കുക. അതാണ് നിങ്ങൾക്ക് റെയർ സസ്പെൻഷൻ കാര്യങ്ങൾ നോക്കേണ്ടത് കാര്യം. പിന്നെയാണെങ്കിൽ നമുക്ക് ആ ഒരു റെയർ പോർഷനിൽ തുരുമ്പ് വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു ആ സസ്പെൻഷൻ്റെ പോർഷനിൽ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അതൊക്കെ ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. സസ്പെൻഷനൊക്കെ അറൗണ്ട് ഒരു 4 to 6K ഇടയിലൊക്കെയാണ് ഈ ഒരു മോണോഷോക്ക് സസ്പെൻഷൻ കാര്യങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മെയിൻലി ആ ഒരു സസ്പെൻഷൻ ഇഷ്യൂ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കണം. അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കുന്ന കാശിന് ഇരട്ടി കാശ് മുടക്കി കഴിഞ്ഞ് പിന്നെ നമുക്ക് ആ ഒരു റേറ്റിന് അത് വാല്യൂ അല്ലാണ്ടായി പോകുന്നതാണ്. അതാണ് സെക്കൻഡ് മോഡൽസ് എടുക്കുമ്പോൾ പണി എന്തായാലും വരും. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയെടുത്തില്ലെങ്കിൽ ഇരട്ടി പണികൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് ഡീലേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെടുത്ത് പറയണ എല്ലാവരും അല്ല, ചിലരുടെ അടുത്ത് ചെന്നപ്പോൾ കണ്ടതാണ് ഈ ഒരു ചേസ് കാര്യങ്ങളിലൊക്കെ തുരുമ്പുണ്ടായിരുന്നു. അതൊക്കെ പെയിൻറ്റ് ചെയ്ത് കാര്യങ്ങൾ വച്ചിട്ടുണ്ടാകും. സോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു കാര്യം. ഇവിടെ നമ്മൾ തരി പോലെയാണ് നമുക്ക് ആ ഒരു തുരുമ്പ് കാര്യങ്ങൾ കാണുന്നത്. പക്ഷെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒട്ടും അറിയാത്ത ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ പെയിൻറ്റ് കാര്യങ്ങൾ അവർ തന്നെ ചെയ്ത് വയ്ക്കുന്നതാണ്. ചിലയിടത്ത്, എല്ലാവരും അല്ല ഉദ്ദേശിച്ച്, ചില 1-2 സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഞാനൊരു ഇഷ്യൂ കണ്ടത്. പിന്നെ ബാക്കിയുള്ളിടത്ത് ചെന്നപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടീഷൻ തന്നെ ഉണ്ട്. ബട്ട് നമുക്ക് ആ ഒരു പ്രൈസ് കാര്യങ്ങൾ നമുക്ക് അഫോർഡബിലിറ്റി തോന്നാത്തത് നമ്മൾ ചൂസ് ചെയ്തില്ല കേട്ടോ. അങ്ങനെയാണ് നമുക്ക് വേറെ മോഡൽസ് നമ്മൾ ഒഴിവാക്കാനുള്ള കാരണം കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ പർച്ചേസ് ചെയ്ത പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 25 അടുത്താണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. പിന്നെ നമ്മുടെ ആ ഒരു കോസ്റ്റ് കാര്യത്തിൽ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾ അവർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുള്ള ഒരു അഡീഷണൽ കോസ്റ്റിന് ടയർ റീപ്ലേസ് ചെയ്യാൻ മെയിനായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കോസ്റ്റ്, അതൊരു 2800 3000 അടുത്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു പ്രൈസും കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ചത് വെച്ച്. അപ്പോൾ അതുപോലെ തന്നെ ബാലൻസ് നമ്മൾ സർവീസും കാര്യങ്ങളും ജനറൽ സർവീസ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കേസുകളായിരുന്നു. വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മോഡൽ വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രൈസ് കാര്യങ്ങൾ നോക്കി പിന്നെ നമ്മുടെ ടയർ പോർഷൻ്റെ ചേഞ്ച് കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ നമുക്കൊരു അഫോർഡബിൾ ആയിട്ട് പ്രൈസിങ് കാരണം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് വണ്ടി കിട്ടുക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ഫൈനലൈസും കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ്സ് നോക്കുവാണെങ്കിൽ മാക്സിമം നോക്കേണ്ടത് വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെയാണ്. സോ മാക്സിമം നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് വണ്ടിയുടെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു പ്രൈസിങ്ങിൽ നിങ്ങൾക്ക് അഡീഷണൽ എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട്, നമുക്ക് മെയിൻ്റെനൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് എത്രത്തോളം എക്സ്പെൻസ് വരുന്നുണ്ട് എന്നെല്ലാം നോക്കിയിട്ട് വേണം സെക്കൻഡ് വണ്ടി എടുക്കുക. അപ്പോൾ ഈ ഒരു മോഡൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആയിരുന്നു ഈ ഒരു മോഡൽ. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ അറിയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വരുന്നത് 2013 മോഡലാണ്. ഇപ്പോൾ എഞ്ചിൻ വരുവാണെങ്കിൽ എയർ കൂൾഡ് എഞ്ചിനാണ്, 4 സ്ട്രോക്ക് 12 എഞ്ചിനാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. മാക്സിമം പവർ ഔട്ട്പുട്ട് വരുന്നത് 14 PS at 7500 RPM. മാക്സിമം ടോർക്ക് വരുന്നത് 13.6 Nm ടോർക്കായിട്ട് 6000 RPM ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്കും റെയർ പോർഷനിൽ നൽകിയിട്ടുള്ള ഡ്രം ബ്രേക്കും കാര്യങ്ങളുമാണ്. 20 ലിറ്റർ ടാങ്കാണ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ലൊരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. പിന്നെ ബ്രേക്കിൻ്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്കാണ്. റെയർ പോർഷൻ നമ്മൾ ഡിസ്ക് ബ്രേക്ക് യൂസ് ചെയ്തൊരു വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിട്ട് തന്നെ എപ്പോഴും ഫീൽ ചെയ്യുള്ളൂ. ഗ്രാജുവലി ആണ് ആ ബ്രേക്ക് കാര്യങ്ങൾ അപ്ലൈ ആയിട്ട് വരുള്ളൂ. പിന്നെ ഈ ഒരു മോഡൽ നമുക്ക് ഡിജിറ്റൽ മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മോഡൽ സ്പെസിഫിക്കേഷൻ എടുത്ത് പറയാനുള്ളത്. 140 ആണ് നമുക്ക് റെയർ ടയർ സൈസ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ചെറുതായിട്ട് സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് ദ മോഡൽ ഈസ് വൺ ഓഫ് ദ ലെജൻഡറി ഐറ്റം. കാരണം ഒരിടയ്ക്ക് തരംഗം സൃഷ്ടിച്ച ഒരു യമഹയുടെ മോട്ടോർ സൈക്കിൾ തന്നെയാണ് ഈ FC. എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മോഡലിൽ നമുക്ക് തന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മൈലേജ് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അത്യാവശ്യം നീറ്റുള്ള മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ ഒരു ആക്ച്വൽ ഫിഗർ ഞാൻ പറയാത്തത് മൈലേജ് ടെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു മോഡലിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. ആ ഒരു മൈലേജ് ടെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ടയർ ചേഞ്ച് ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ആക്ച്വൽ മൈലേജ് എത്രയാണെന്നുള്ളത് നമ്മളൊരു വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അറൗണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു 45 to 50 ആണ് നമുക്ക് കിട്ടുന്നത്. 15 ഇയർ ആണ് നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൺഫ്യൂഷൻ കാര്യങ്ങൾ വേണ്ടാന്ന് ഓർത്താണ് നമ്മൾ ആക്ച്വലായിട്ട് മൈലേജ് ടെസ്റ്റ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ ഒരു ഫിഗർ നമ്മൾ പറയാൻ കഴിയുന്നത്. അറൗണ്ട് ഒരു 50 അടുത്ത് തന്നെ നമുക്ക് മൈലേജ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. 160യുടെ അർബിട്ട് കാര്യങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് വണ്ടി എടുക്കാൻ നിൽക്കുന്ന വേണ്ടിയാണ്, എസ്പെഷ്യലി സെക്കൻഡ് FC എടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. നമുക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൽ നമുക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ. ബൈ.